പ്രിയപ്പെട്ട പ്രേക്ഷകരെ, കണ്ണൂർ അഞ്ചരക്കണ്ടി ദന്തൽ കോളേജിലെ BDS വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണത്തിൽ ആരോപണവിധേയന അനാട്ടമി വിഭാഗം മേധാവി MK റാമിനെ മാഞ്ഞൻ പുറത്താക്കിയിരുന്നു. അതിന് പിന്നാലെ നിതിൻ രാജിന്റെ പിതാവ് 24 ചേരുന്നുണ്ട്. MK റാമിനെ പുറത്താക്കണമെന്ന് കുട്ടികൾ നിരന്തരം ആവശ്യപ്പെട്ടതാണ്, അവർക്ക് ഉറപ്പ് നൽകിയതാണ്. മാത്രമല്ല രക്ഷിതാക്കൾ കൂടി ഇന്ന് ആവശ്യപ്പെടുന്നുണ്ടായിരുന്നു. റാമിനെ പുറത്താക്കിയത് നിതിൻ രാജിന്റെ നീതിക്കുള്ള ആദ്യ പടി എന്നങ്ങ് കരുതുന്നുണ്ടോ? പ്രിയ ഹാഷ്മി സാറ്, അത് പറയുമ്പോഴേ നിതിൻ രാജിന്റെ മരണത്തിന് ഉത്തരവാദിയായത് ഈ കൊലവെറിയനായ ഈ റാമല്ലല്ലോ. ഇവൻ ആന്ധ്രയിൽ കിടന്ന ഇവനെ കേരളത്തിൽ പിടിച്ചുകൊണ്ടുവന്ന് വ്യാജ സർട്ടിഫിക്കറ്റ് അവിടെ അഞ്ചരക്കണ്ടിയിൽ അനാട്ടമി വിഭാഗം മേധാവിയാക്കിയ ആദ്യത്തെ തെറ്റതാണ്. പക്ഷേ ഇതിൻ്റെ ഇടയിൽ പ്രവർത്തിച്ചത് ഒരുപാട് കറുത്ത കരങ്ങളുണ്ട്. വാർഡൻ കമലഹാസനുണ്ട്, ശ്രീലേഖ നമ്പ്യാരുണ്ട്, ശ്രീലത മേഡമുണ്ട്, ഇപ്പോൾ പുതിയ പ്രിൻസിപ്പാളെന്ന് പറയുന്ന പുതിയ ചെറ്റ വിനോദ് മോഹനി, പിന്നെ ഒരു പ്യൂണ്, യവന്മാരെല്ലാം ഉണ്ട്. യവന്മാരെല്ലാം നിയമത്തിൻ്റെ മുന്നേ കൊണ്ടുവന്ന് കയ്യും കാലും അടിച്ചൊടിച്ച് കെട്ടിത്തൂക്കി വധശിക്ഷ കൊടുത്താൽ പോലും തീരുന്നതാണോ ഈ കാണിച്ച തെമ്മാടിത്തരം? എൻ്റെ മോനെ ഞാൻ അത്രയും കഷ്ടപ്പെട്ട് വളർത്തി വലുതാക്കി ഈ രീതിയിൽ കൊണ്ടുവരാൻ അത്രയും പാടുപെട്ടു. കാരണം 2 വർഷം ഉറക്കൊഴിഞ്ഞെന്നാണ് അവൻ നീറ്റ് പഠിച്ചത്. അതിൻ്റെ ബുദ്ധിമുട്ടറിയോ? ആദ്യത്തെ വർഷം തിരുവനന്തപുരം ബ്രില്യൻറ്റിലും 2ാം വർഷം റാം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഉള്ളൂരും ആണ് അവൻ പഠിച്ചത്. അപ്പോൾ അത്രയും പഠിക്കാൻ അത്രയും ബുദ്ധിമുട്ടാണെന്ന് എല്ലാവർക്കും അറിയാവില്ല. അപ്പോൾ ഈ ഒരു ചെറിയ പ്രശ്നത്തിൻ്റെ ഇഷ്യൂസ് എന്തെങ്കിലും ഉണ്ടാക്കി അവനെ മാനസികമായി പിന്നെ തകർത്ത് അവനെ അടിച്ചു കൊന്ന് എടുത്ത് CCTVയിൽ വിഷ്വൽസ് കൃത്രിമമായി ചമച്ച് അവൻ ആ കണ്ണൂരിലെ ആ ബിൽഡിങ്ങിന്റെയും അല്ലെങ്കിൽ താഴേക്ക് വരുന്നതിന്റെയും ഇതിന്റെ ഒരു കണ്ണടയുടെയും ഒക്കെ ചിത്രം നമുക്ക് അയച്ചു തരുന്നുണ്ട്. കുട്ടികൾക്ക് തന്നെ സംശയമുണ്ട് അവിടെ നിന്ന് താഴോട്ട് ചാടി ആത്മഹത്യയോ എന്ന് കുട്ടികൾ തന്നെ നമ്മളോട് രഹസ്യമായി നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ അവർ മെസ്സേജ് പറയുന്നുണ്ട്. അപ്പോൾ അതിൽ കൂടി ഗൗരവതരമായ അന്വേഷണം ആവശ്യമുണ്ട്. അതെ, ഗൗരവമായ അന്വേഷണം ആവശ്യമുണ്ട്. എന്നാലും നിങ്ങൾ അല്പം കൂടി എനിക്ക് സമയം തരൂ. കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം രണ്ടാമത് ചാടിയ കാര്യം പറയാം. ആദ്യം ഈ കൊലവെറിയന്മാരെ എല്ലാവരെയും നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവന്ന് അവർക്ക് തക്കതായ ശിക്ഷ വാങ്ങിക്കൊടുക്കണം. കാരണം ഒരു സിദ്ധാർത്ഥനോ ഒരു രോഹിത് വെമുലയോ ഇനി ക്യാമ്പസുകളിൽ ഉണ്ടാവാൻ പാടില്ല. അതുപോലെ ഒരു നിതിൻ രാജിന്റെ രക്തസാക്ഷിത്വം, അതായത് അവന്റെ ആ മണ്ണ് പോലും ഇന്ന് കരിഞ്ഞിട്ടില്ല, ഉണങ്ങിയിട്ടില്ല. കാരണം ഇന്ന് അവന്റെ ചടങ്ങായിരുന്നു രാവിലെ. അപ്പോൾ അതിന്റെ ഇതെല്ലാം ചെയ്തത് എൻ്റെ വിഷ്വൽസ് എല്ലാം നിങ്ങൾക്ക് അയച്ചു തരും. എൻ്റെ കൊച്ചു മോളുടെ മകനാണ്. അവൻ അതും കരഞ്ഞുകൊണ്ടാണ് ചെയ്തത്. അപ്പോൾ അത്രയും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഞങ്ങളെ ഈ മാതാപിതാക്കളും എല്ലാവരും കേഴുകയാണ്. ആദ്യം അവരെല്ലാം നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവന്ന് ഇത് നിങ്ങൾ പുറത്തു കൊണ്ടുവന്ന് ഇവർക്ക് തക്കതായ ശിക്ഷ വാങ്ങുന്നതിനോടൊപ്പം ഈ BDSന്റെ പദവി തന്നെ അവിടെ നിന്ന് എടുത്തു മാറ്റി പകരം ബദൽ സംവിധാനങ്ങൾ ഉപയോഗിച്ച് അവിടുത്തെ വിദ്യാർത്ഥികളെ മറ്റുള്ള കോളേജുകളിൽ പഠിപ്പിച്ച് ഇവിടുത്തെ ഈ BDSന്റെ അംഗീകാരം ക്യാൻസൽ ചെയ്യാനുള്ള എല്ലാവിധ കാര്യങ്ങളും ശ്രമിക്കണം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.